പുതിയ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ ബാബു, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ശ്രീമതി രാധിക വർമ്മ, ശ്രീ ഷൈജു, പ്രിയങ്കരനായ ചലച്ചിത്ര സംവിധായകൻ ശ്രീ മേജർ രവി, തൃശൂരിന്റെ വിജയ ചരിത്രം കുറിച്ചതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഉണ്ണികൃഷ്ണൻ മാഷ്, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മറ്റ് കുടുംബാംഗങ്ങളെ, ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, സദസ്സിലെ ഈ വിജയ ചരിത്രത്തിന്റെ ഝണ്ഡാവാഹകരായ പ്രിയങ്കരരായ ജയിച്ചു വന്ന കൌൺസിലർമാരെ, മറ്റ് ക്ഷണിക്കപ്പെട്ട അതിഥികളെ, പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകരെ, എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ വിനീത നമസ്കാരം. വളരെ അഭിമാനം കയറുന്ന നിമിഷങ്ങളെയാണ് നമ്മൾ കഴുകുന്നത്, അല്ലെങ്കിൽ ആ നിമിഷങ്ങളാണ് നമ്മളെ ഇപ്പോൾ കഴുകി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഒരു അഭിമാന വിജയം ചാർത്തി തന്ന തൃപ്പൂണിത്തുറയിലെ എല്ലാവരും, എല്ലാ സമ്മതിദായകരോടും പ്രവർത്തകരോടും, ഒരുപക്ഷെ അടുത്ത തവണ വോട്ട് ചെയ്യാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹത്തോടും ഇപ്പൊ തന്നെ ഒരുപാട് നന്ദി. ഇത് ഞാൻ കാലഘട്ടത്തിന്റെ ഒരു വലിയ മാറ്റമാണ് ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്, വലിയ തോതിൽ അനുഭവത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കാലത്തിന്റെ ഒരു അനിവാര്യമായ മാറ്റം. ഇനി എന്ത് എന്ന് വളരെ വ്യാകുലതയോടെ ചോദിക്കുന്ന, അന്വേഷിക്കുന്ന ഒരു ജനതയ്ക്ക് മുന്നിൽ നമുക്ക് കാലങ്ങളായി ഉള്ള ഒരു സപര്യ, രാഷ്ട്രീയ സപര്യ, ആ സപര്യയിലൂടെ നമ്മൾ നേടിയെടുത്ത അന്തസ്, സ്വത്വം പ്രകടമാക്കുന്ന അന്തസ്, അതിൽ വിശ്വാസം ക്രമാതീതമായി വർദ്ധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വന്ന മാറ്റം, മനം മാറ്റം, മനസ്സ് മാറ്റം, ആംഗ്ലേയത്തിൽ പറയും മൈൻഡ് സെറ്റ് ചേഞ്ച്, വോട്ടിംഗ് മൈൻഡ് സെറ്റ് ചേഞ്ച്. സുരേഷ് ഗോപി എന്ന് പറയുന്ന തീർത്തും വരുത്തനായ കൊല്ലംകാരനോ അല്ലെങ്കിൽ ആലപ്പുഴക്കാരനോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തുകാരനോ എന്നൊക്കെ വിളിച്ച് രാഷ്ട്രീയപരമായി വേണമെങ്കിൽ ഒരു അകലം തള്ളി നിർത്തപ്പെടാവുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അതിലുപരി ഒരു കലാകാരൻ, തൃശൂർ എന്ന് പറയുന്ന ഒരു കാലത്തും സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇനി ഏത് കാലത്ത് ഏത് യുഗത്തിൽ എന്ന് ചോദിക്കാവുന്ന പൊളിറ്റിക്കൽ ടെമ്പറുള്ള ഒരു പ്രദേശത്ത് ജനങ്ങളുടെ നിശ്ചയമില്ലായിരുന്നെങ്കിൽ രാഷ്ട്രീയത്തിനൊക്കെ അതീതമാണ്. ജനങ്ങൾ ഒറ്റക്കെട്ടായി അവരുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഉപയോഗയുക്തമാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് അവിടെ ആ വിജയം ജാതിക്കും രാഷ്ട്രീയത്തിനുമൊക്കെ അതീതമായി നമുക്കൊരു രചന അവിടെ നടത്താൻ സാധിച്ചത്. ഈ രാഷ്ട്രീയ മനംമാറ്റം, വോട്ടിംഗ് മൈൻഡ് സെറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് കേരളത്തിൽ നമ്മൾ ആരും കണക്കെടുക്കാത്ത തരത്തിൽ ഇറ്റ് ഇസ് ലൂമിംഗ് ലാർജ്. ഭയങ്കര അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് വികസിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കത് എത്രമാത്രം യോഗ്യമായി ഉപയോഗിക്കാൻ സാധിക്കും. ചൂഷണം ചെയ്യാൻ നിൽക്കുന്നവരെയാണ് വോട്ട് ചെയ്യുന്ന ജനത ഭയപ്പെടുന്നത്. നമുക്ക് അവരുടെ വിശ്വാസം എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും, തിരിച്ച് ആ വിശ്വാസത്തിൽ അമർന്ന് നമുക്ക് അധികാര സ്ഥാനങ്ങൾ തരുമ്പോൾ നമുക്ക് എങ്ങനെ അവരുടെ ആവശ്യങ്ങൾക്ക്, അവർക്ക് തേനും പാലും ഒന്നും ഒഴിയണമെന്നൊന്നും ഒരു
ജനതയും ആഗ്രഹിക്കുന്നില്ല. ഇവർക്കൊക്കെ ചിലപ്പോൾ വിഷമം ഉണ്ടാകുന്ന ഒരു വാക്ക് പറഞ്ഞാൽ ഇവർക്കേ ഉള്ളൂ വിഷമം, ജനങ്ങൾക്കില്ല. പ്രജകൾ അങ്ങനെ ഒരിക്കലും തേനും പാലും ഒഴുക്കിത്തരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളുണ്ട്. അതിനകത്ത് ഇന്ന് ജലം എന്ന് പറയുന്നത് അവരുടെ അടിസ്ഥാന അത്യാവശ്യമായി മാറിയിരിക്കുന്നു. വായു മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വികസനം എന്നത് പ്രകൃതിയെ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് പ്രകൃതിക്ക് അങ്ങേയറ്റത്ത മര്യാദ നൽകിക്കൊണ്ട് പ്രകൃതിയെ ഒരിക്കലും ഹനിക്കാതെ വരും യുഗങ്ങൾക്ക് വേണ്ടി പുതിയ പ്രകൃതിയെ സമ്മാനിക്കുമെന്ന് പറഞ്ഞ് വികസനം അടിസ്ഥാന ആവശ്യങ്ങളിൽ കൊണ്ടുവരുന്ന ഒരു ഭരണവർഗ മനസ്ഥിതിയെയാണ് ജനങ്ങൾ എപ്പോഴും മാനിക്കുക. അതാണ് അവർ കാക്ഷിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ വികസനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കൃത്യമായി ഡിസൈൻ ചെയ്യാൻ സാധിക്കും. നമ്മൾ അവർ ചെയ്തത് തകർക്കും, അവർ ചെയ്യാത്തത് നമ്മൾ ചെയ്യും, അവർ ചെയ്യാത്തത് എന്തുകൊണ്ട് ചെയ്തില്ല എന്നുകൂടി കൃത്യമായി അന്വേഷിക്കും. അതിനകത്ത് എന്തെങ്കിലും ന്യായമുണ്ടെങ്കിൽ അത് നമ്മുടെ ബോധ്യത്തിലേക്ക് കൊണ്ടുവരണം. അതിലെന്തെങ്കിലും അപകടങ്ങളുണ്ടെങ്കിൽ ആ അപകടങ്ങളെ തരണം ചെയ്യുന്ന രീതിയിലുള്ള വികസനത്തിന്റെ പുതിയ കാഴ്ചപ്പാട് നമ്മൾ അപ്ലൈ ചെയ്യും. ഇത് ഇത്രയും വളരെ പ്രധാനമാണ്. വികസനത്തിന്റെ പേരിൽ പുതിയ അല്ലെങ്കിൽ വരാനിരിക്കുന്ന തലമുറകൾക്ക് ഒരു ദുരന്ത ഭൂമി നമ്മൾ ഒരുക്കിയെടുക്കുവാൻ പാടില്ല. ടി.എസ്. എലിയറ്റിന്റെ മോഡേൺ റൈറ്ററാണ് ടി.എസ്. എലിയറ്റ്, റെക് ഓഫ് ദി ഡ്യൂഷ്ലാൻ. അതിലുണ്ട് തത്വം. സാഹിത്യ രചനകളുടെ കാമ്പ് ഓരോ പ്രവർത്തകനും, രാഷ്ട്രീയ പ്രവർത്തകനും, അത് ആംഗ്ലേയമായാലും നമ്മുടെ തദ്ദേശീയമായാലും നമ്മുടെ പ്രാദേശികമായാലും, സാഹിത്യ രചനകളിലെ മനുഷ്യരുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന കണ്ണീരിന്റെയും ചോരയുടെയും നന പറയുന്ന നിറമോ ഗന്ധമോ അല്ല. ചോരയുടെ നിറം നമ്മൾ അറിയരുത്, പക്ഷെ അതിന്റെ നനവ് നമ്മൾ അറിയണം. അത് വേർപ്പായി മാറുമ്പോഴുള്ള ഗന്ധമാറ്റം നനവൊന്നു തന്നെ. അത് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. ഞാൻ ഇവിടെ 21 പേരുടെയും പ്രതിനിധിയായിട്ട് ഞാൻ വള്ളിയെ വേദിയിലേക്ക് വിളിച്ച് കയറ്റിയെങ്കിൽ വള്ളിയിൽ എന്റെ അമിത വിശ്വാസം കടന്നു കൂടുന്നത് 4 വർഷം മുമ്പ് ഞാനിവിടെ ഇതുപോലെ ഒന്ന് കുത്തി പെയ്യുന്ന മഴ എറണാകുളത്ത് പത്മജ മാഡത്തിന് വേണ്ടി വന്ന് പ്രചരണം നടത്തി തിരിച്ച് മഴയായതുകൊണ്ട് വരേണ്ടതില്ല എന്ന് പറഞ്ഞ് പോയെടുത്ത് ഈ വള്ളിയുടെ കൂടെ അന്ന് ഇലക്ഷന് വന്നിരുന്നില്ല. ആരായിരുന്നു? രതിരാജ്. ഇവരുടെ ഒരു നിലവിളി ഞാൻ ഫോണിൽ കൂടെ കേട്ടിരുന്നു. സത്യത്തിൽ ആ നിലവിളി കാരണമാണ് തിരിച്ച് മഴയെ വകവയ്ക്കാതെ ഓടിയുടെ എത്തിയത്. അന്ന് ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് വള്ളിയുടെ ഒരു കുതിച്ചു ചാട്ടം ഞാൻ ഇപ്പോ കണ്ട് സന്തോഷിക്കുന്നെങ്കിൽ അത് തൃപ്പൂണിത്തുറ നേടിയെടുക്കാൻ മറ്റൊരു ഭരണമല്ലെങ്കിൽ ജനസേവനത്തിന്റെ പുതിയ ഒരു മനസ്ഥിതി വള്ളിയിലുണ്ടെന്നുള്ള വ്യക്തമായ ബോധ്യം കൊണ്ടാണ്. ആ ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല, ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല. വള്ളിക്കുറവ് ഉള്ള കുറവുകൾ മറ്റു പലർക്കും കാണില്ല. അപ്പൊ എല്ലാം ഈ 21 പേരും ഇന്ററാക്ട് ചെയ്യുന്നു. ഓരോ ദിവസവും നമുക്ക് വലിയ വലിയ കമ്പനിയിലൊക്കെ നോക്കിയാൽ അറിയാം, ഓരോ എയർപോർട്ടിലും കാലത്ത് നമ്മൾ ഒരു 7 മണിക്കുള്ള ഫ്ലൈറ്റ് പിടിക്കാൻ ചെന്നാൽ കാണാം CISFന്റെ ഉദ്യോഗസ്ഥൻ നേരത്തെ നിർത്തി അവർക്ക് അന്നത്തെ പ്ലാൻ ഔട്ട്ലേക്ക് കൊടുക്കും. ഇത് മിലിറ്ററി എല്ലാ ദിവസവും നടക്കും. അപ്പൊ ഓരോ ദിവസവും 21 കൗൺസിലർമാരും ഒരു ഇന്ററാക്ഷൻ ഉണ്ടാകും. നമ്മൾ ഇവിടെ മൈക്കിൽ വന്ന് നിന്ന് വിജയഭേരി മുടക്കിക്കൊണ്ടിരിക്കുമ്പോഴും അവരെ തടയുന്നത്. എനിക്കെന്താണ് തൃശ്ശൂർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ കത്ത് കാണുന്ന
ഇപ്പൊ എന്റെ കയ്യിൽ കത്തുണ്ട്. ഫോറൻസിക് ലാബിന് വേണ്ടി ആത്മാർത്ഥമായി തൃശ്ശൂർക്കാർ എന്നോട് ചോദിക്കില്ല. തൃശ്ശൂരിൽ താമസിക്കാത്ത, തൃശ്ശൂരിനെ അറിഞ്ഞുകൂടാത്ത കുറെ ഗവൺമെന്റിലൊക്കെ ഇരുന്ന് കൂലി വാങ്ങിച്ചിട്ട് ശ്രീ പിണറായിയുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒക്കെ കൂലി വാങ്ങിച്ചിട്ട് എഴുതി തള്ളുന്ന എന്നോടുള്ള ചോദ്യങ്ങളാണ്. അതൊക്കെ കുപ്പത്തട്ടി പോലും കിടക്കുന്നില്ല. അതൊക്കെ ഇവിടെ കിടക്കുമെന്ന് ഞാൻ പറയില്ലല്ലോ, അല്ലെ? തൃപ്പൂണിത്തുറയിൽ നിന്ന് ഞാൻ ആ വാക്ക് ഉപയോഗിക്കണ്ട. ഒരു പദ്ധതിയായിരുന്നു. അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഇക്കണോമിക് ട്രാൻസിഷൻ അവിടെ എന്താണെന്ന് ചോദിച്ചാൽ, ഫോറൻസിക് ലബോറട്ടറി ആൻഡ് റിസർച്ച് ലാബ് വ്യക്തമായിട്ട് അതാവശ്യപ്പെട്ട് ശ്രീ അമിത്ഷായുടെ കീഴിലുള്ള സംഘം ഉപയോഗിച്ചിരിക്കുന്ന വാചകങ്ങൾ ആ കത്തിലുണ്ട്. തൃശൂർ ഭൂമിശാസ്ത്രപരമായും കാലാവസ്ഥാപരമായും ഏറ്റവും യോജിച്ച, തിരുവനന്തപുരത്തിനും കാസർഗോഡിനും സൗകര്യപൂർവ്വം ആക്സസ് ചെയ്യാൻ പറ്റുന്ന പ്രതലം എന്ന നിലയ്ക്ക് തൃശൂരിൽ 12 ഏക്കർ സ്ഥലം വേണം എന്നാണ് ആവശ്യപ്പെട്ടത്. തിരിച്ചിവിടുന്ന് ചീഫ് സെക്രട്ടറി മറുപടി അയക്കാതെ ജോയിന്റ് സെക്രട്ടറിയോ മറ്റോ ആണ് മറുപടി അയച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് 5 ഏക്കർ, 1 ഏക്കറിന് 100 രൂപ ഒരു വർഷം എന്ന നിലയ്ക്ക് ലീസിന് 90 വർഷത്തേക്ക് തരാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? തൃശ്ശൂര് തരാൻ സൗകര്യപ്പെടില്ല എന്ന് തന്നെയാണ്. അത് നിശ്ചയമല്ല, അത് അവരുടെ രാഷ്ട്രീയമാണ്. അപ്പൊ എനിക്കെങ്ങനെയാണ് എന്നിൽ വിശ്വാസം അമിതമായി നിക്ഷേപിച്ച ജനതയോട് ഞാൻ എങ്ങനെയാണ് ഈ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന ഭൂതത്തിന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന മണ്ണിൽ ഞാൻ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പറയുന്ന അങ്കലാപ്പ് തീർച്ചയായിട്ടുമുണ്ട്. ഒരു പക്ഷേ ആ പദ്ധതി പൂർണ്ണസ്ഥിതി തമിഴ്നാട്ടിലേക്ക് പോയാൽ, പക്ഷെ അമിത്ഷാജി പ്രക്ഷുബ്ധമായ എന്റെ മാനസികാവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത് കേരളത്തിന് നഷ്ടപ്പെടണ്ട, അതുകൊണ്ട് ഇപ്പൊ നമുക്ക് അവരുടെ രാഷ്ട്രീയ ഇംഗിതത്തിനല്ല, ഈ പൊളിറ്റിക്സിന് നമുക്ക് വഴങ്ങാം, തിരുവനന്തപുരത്ത് അത് വരട്ടെ എന്ന് തന്നെയാണ് നിശ്ചയിച്ചത്. എനിക്കും സന്തോഷം. എന്നെ കഴിഞ്ഞ 35 വർഷമായിട്ട് 35.5 വർഷമായിട്ട് പോറ്റിക്കൊണ്ടിരിക്കുന്ന ഭൂമിയാണ്. 1990 ജൂലൈ 8-ാം തീയതിയാണ് ഞാൻ കൊല്ലത്ത് നിന്ന് വേലും പറിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി അച്ചി വീട്ടിൽ താമസമാണ്. തിരുവനന്തപുരത്തെ അത്രയധികം സ്നേഹിക്കുന്നു. അതുകൊണ്ട് നിഷേധിയാവാൻ എനിക്ക് വയ്യ. ആ പ്രസ്ഥാനം തിരുവനന്തപുരത്ത് ടെക്നോസിറ്റിയിൽ അവരുടെ മുട്ടാപ്പോക്ക് രാഷ്ട്രീയം കൊണ്ട് അവിടെ നല്ല കാര്യം. തൃശ്ശൂരിനത് കിട്ടിയിരുന്നെങ്കിൽ എത്രമാത്രം ലോഡ്, പോപ്പുലേഷനിലെ ലോഡ് ട്രാൻസാക്ഷൻ നടക്കും. അതുകൊണ്ടുണ്ടാകുന്ന ക്രയവിക്രയം, അത് ബൈങ് ആയാലും പ്രൊഡക്ടിവിറ്റി ആയാലും എല്ലാം വർദ്ധിക്കും. അവിടുത്തെ റിയൽ എസ്റ്റേറ്റിന് വർധനമുണ്ടാകും, അവിടുത്തെ റെന്റൽസ് വർദ്ധിക്കും. ഇതിന്റെ എല്ലാം ടാക്സ് കിട്ടുന്നത് സംസ്ഥാന സർക്കാരിനാണ്, അല്ലെങ്കിൽ സംസ്ഥാന ലോക്കൽ ബോഡിക്കാണ്. ഇതൊക്കെ ഉണ്ടാവും. ഇത് തിരുവനന്തപുരത്തും ഉണ്ടാകും. പക്ഷെ കേരളത്തിൽ ചരിത്ര രചന നടത്തിയ തൃശ്ശൂരിലെ ജനതയുടെ കരണത്തിൽ കടിച്ചതാണോ ശ്രീ പിണറായി വിജയന്റെ സർക്കാരെന്ന് അവർ ആത്മപരിശോധന നടത്തേണ്ട മുഹൂർത്തമാണിത്. അതിനുള്ള ഒരു പുതിയ നിശ്ചയക്കുറിപ്പ് ഈ മെയ് മാസത്തിൽ ഉണ്ടാകും. അവിടെ തീരുന്നില്ല പ്രശ്നം. ഇനി ശ്രീ അമിത്ഷായുടെ മിനിസ്ട്രി ആവശ്യപ്പെടാൻ പോകുന്നത് അതിന്റെ ഒരു 10 ഇരട്ടി വലിപ്പമുള്ള ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയാണ്. അത് തൃശ്ശൂരിൽ തരണം എന്നാണ് ആവശ്യപ്പെടാൻ പോകുന്നത്. 25 ഏക്കറാണ് അവർ ആവശ്യപ്പെടാൻ പോകുന്നത്. എയിംസിന് 25 ഏക്കറൊന്നും പോലെ. അതിന്റെ ഒറിജിനൽ സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്നത് ഏതാണ്ട് 287 ഏക്കറാണ് വേണ്ടത്. അത് ഞാൻ ശ്രീ എം ജി രാധാകൃഷ്ണന്റെ
പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന മുഹൂർത്തത്തിൽ ശ്രീ സജി ചെറിയാനോട് അദ്ദേഹം ആലപ്പുഴയിൽ നടത്തിയ ഒരു കവല പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ പറഞ്ഞതല്ല എന്റെ രീതി, ഗിവ് us more names എന്ന് മാത്രമാണ് കഴിഞ്ഞ 2015 മുതൽ കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തരുന്ന 2-3 ജില്ല മാത്രമല്ല, ഒരു 5 ജില്ലകളുടെ പേര് തരും എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2016 മുതൽ ഇത് നിങ്ങൾ വ്യക്തമായിട്ട് ഇനിയെങ്കിലും ഈ എന്താണ് ബുദ്ധിയില്ലായ്മയല്ല, മൂളയില്ലായ്മമാരാണ് ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഒരു നിലപാടാണ്. 2016 രാജ്യസഭാ അംഗമാവുന്നതിന് മുമ്പ് 2015 കൂടുതൽ എയിംസുകൾ, എല്ലാ സംസ്ഥാനത്തിനും ഓരോ എയിംസ് എന്ന് പറയുന്ന പദ്ധതി വരികയാണെങ്കിൽ 2015 ശ്രീ മോദിജിയുമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്ത് അന്നും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് ആലപ്പുഴ ഇത്രയും അടിതെറ്റി കിടക്കുന്ന, എല്ലാ അർത്ഥത്തിലും ചവിട്ടിത്തേക്കപ്പെട്ട് രാഷ്ട്രീയപരമായി വഞ്ചിക്കപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം, അവിടുത്തെ പ്രജകൾ അവർക്ക് അനുഗ്രഹമായി തീരണം എന്ന് പറഞ്ഞ് ആലപ്പുഴയുടെ രാഷ്ട്രീയവും അരാഷ്ട്രീയവും അവരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വീഴ്ചയെ സംബന്ധിച്ച് ശ്രീ നരേന്ദ്രമോദിക്കും ശ്രീ JP നഡ്ഡയ്ക്കും അന്ന് കൊടുത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആസ്ക് യുവർ ചീഫ് മിനിസ്റ്റർ ടു ഗിവ് us more names. ഇപ്പോഴും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പോഴും 2 ജില്ലയെ ഫോക്കസ് ചെയ്യുന്നതാണ് അവർ നീങ്ങുന്നത്. പക്ഷേ ചില അവിശുദ്ധ താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു പ്രദേശം എന്ന് പറയുന്നത് അവരുടെ നിശ്ചയമാണ്. അത് പല്ലും നഖവും ഉപയോഗിച്ച് അതിനകത്ത് ഒരുപാട് അവിഹിതമുള്ളത് കൊണ്ട് കൂടി എതിർത്തിരിക്കും. അത് വരേണ്ട യോഗ്യമായ സ്ഥലത്ത് എവിടെ വന്നാലും സന്തോഷമാണ്. പക്ഷേ നിലപാട് എന്ന് പറയുന്നത് ശക്തമായിരുന്നു ആലപ്പുഴയിൽ നിന്ന്. അത് അസാധ്യമാണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും നരേന്ദ്രമോദി ആയാലും JP നഡ്ഡയായാലും മോദി സർക്കാരായാലും കടപ്പാട് വേണ്ടത് തൃശൂർക്കാരോടാണ്. അസാധ്യമായ ചരിത്രം രചിച്ച മണ്ണാണ് തൃശൂർ. അവിടുത്തെ ജനങ്ങളാണ് അത് രചിച്ചത്. അവർക്കുള്ള പ്രത്യുപകാരമായിരിക്കണം, ട്രിബ്യൂട്ടായിരിക്കണം ഈ സ്ഥാപനം തൃശൂർ വരിക എന്നുള്ളത്. നിങ്ങൾ എറണാകുളം ജില്ലക്കാരാണെങ്കിൽ ശക്തമായി കൈയടിക്കേണ്ടതാണ്. നിങ്ങൾ കേരളക്കാരാണ്, മലയാളികളാണെങ്കിൽ ശക്തമായി കൈയടിക്കേണ്ടതാണ്. സംസാരിച്ചിട്ടില്ല. തൃശൂരിന്റെ മന്ത്രിയായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. വികസനം എന്താണ് ശ്രീ നരേന്ദ്രമോദി പറയുന്നത്? സബ്കാ സാത്ത്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് और सबका विकास ആണോ? അപ്പൊ ആലപ്പുഴക്കാരും തൃശൂർക്കാരും ഒന്നും സബ്കായിൽ പെടില്ല. ആലപ്പുഴ എന്തുകൊണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ സാങ്കേതികമായ വശങ്ങൾ പരിശോധിച്ച് തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു ജില്ലയിൽ ഇത് വരും. അത് വരും എന്ന് പറയുന്നത് ആരെയൊക്കെയോ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവരാ ഭയത്തിൽ മുങ്ങിയൊന്നും മതിക്കണ്ട. എയിംസ് കേരളത്തിൽ വരുമെന്ന് പറയുമ്പോഴേ അങ്കലാപ്പിൽ കൊണ്ട് പുച്ഛം അവതരിപ്പിക്കും. അത് അവരുടെ DNA ആണ്. അതങ്ങനെ അവര് ചെയ്തുകൊണ്ടേ ഇരിക്കട്ടെ. POS മെഷീനെ കുറിച്ചും ഇന്ത്യയിലെ സാധാരണക്കാർ കൈകാര്യം ചെയ്യുന്ന പച്ചക്കറി മാർക്കറ്റിൽ വരെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വരും എന്ന് ശ്രീ അരുൺ ജെയ്റ്റ്ലി അഭിമാനത്തോട് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോ രാജ്യസഭയിൽ ഇരുന്നുകൊണ്ട് വലിയ സാമ്പത്തിക വിദഗ്ധൻ, വക്കീൽ കൂടിയായ സുപ്രീം കോടതിയിലെ രാജാവ്, വക്കീൽ രാജാവ് എന്താ പുച്ഛിച്ചതെന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? കേട്ടിട്ടില്ല? പിന്നെ ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ വിൽക്കുന്നതിൽ ഉടനെ തന്നെ POS
എടുത്ത് വെച്ച് ഉണ്ടാക്കി കളയും. അവിടെ അത് ചാർജ് ചെയ്യാൻ മെഷീൻ ഉണ്ടോ? അവരുടെ അടുത്ത് POS മെഷീൻ ഉണ്ടോ? അവിടെ വൈഫൈ കണക്ഷൻ ഉണ്ടോ? ഇന്ന് രാജ്യം എന്താണ്? ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം വന്നപ്പോൾ രാജ്യത്തെ സാധാരണക്കാരായ സ്ത്രീകൾ എന്താണ് മറുപടി കൊടുത്തത്? വി ഡോണ്ട് ടേക്ക് കറൻസി എന്ന് പറഞ്ഞത് എത്തിയെങ്കിൽ കേരളത്തിൽ എയിംസ് വരും. മറ്റേ മോനെ വരും. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ കൂടി ഈ പുച്ഛം, ഈ തള്ളിപ്പറച്ചിൽ ഇതെല്ലാം വ്യക്തമായി നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം. ഇതിന് പ്രതികാരം ചെയ്യേണ്ടത് ഞങ്ങളല്ല. പ്രതി നടപടി സ്വീകരിക്കാൻ ഞങ്ങൾ പ്രാപ്തരാണ്. അതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. പ്രതികാര നടപടി സ്വീകരിക്കേണ്ടത് കേരളത്തിലെ ജാതിക്കും മതത്തിനും എല്ലാ രാഷ്ട്രീയത്തിനും അതീതമായ ജനങ്ങളാണ് പ്രതികാരം നടപ്പിലാക്കിയെടുക്കേണ്ടതെന്ന് മാത്രം ബോധിപ്പിക്കുകയാണ്. അത് നിങ്ങൾ തൃപ്പൂണിത്തുറയിൽ വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷെ വ്യക്തമാക്കിയെങ്കിലും അതിലൊരു ശക്തിക്കുറവ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ചെയർപേഴ്സൺ പോയ ശ്രീ ബാബുവിന് അങ്ങനെ ഒരു വിഷമമുണ്ടെങ്കിൽ അതിന് പ്രസക്തിയുണ്ട്. പക്ഷെ ഇത് തരണം ചെയ്യാൻ സാധിക്കും. നിങ്ങൾ പേടിക്കണ്ട. 5 വർഷം കഴിഞ്ഞ് അടുത്ത ഇലക്ഷൻ വരുമ്പോൾ തൃപ്പൂണിത്തുറയിലെ ജനങ്ങൾ ഇപ്പോ അവരുടെ ഒരു അവിശുദ്ധ നിഗൂഢ ഒത്തുചേരലുണ്ടല്ലോ, ഇതിനവർക്ക് നല്ല തലക്കടി കൊടുത്തോളൂ. ഉറപ്പാണ്. അതിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടാവുമെന്നാണ് എന്റെ വിശ്വാസം. തൃശ്ശൂര് മാർച്ച് 8-ാം തീയതിയോ മറ്റോ ആണ് 2023 ശ്രീ അമിത്ഷാജി വന്ന സ്റ്റേജിൽ നിർബന്ധപൂർവമാണ്, എനിക്ക് എന്താ പ്രസംഗിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു, എന്നെ പെട്ടെന്ന് മേടയിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ചെന്നത്. അദ്ദേഹത്തെ പ്രസംഗിക്കാൻ പറ്റിയപ്പോ ആപ്കെ ബാത് ആപ് ജായിയെ എന്ന് ഓർഡർ ചെയ്യണം. അതിന് മുമ്പ് 2019 വേദിയിൽ എനിക്ക് വേണ്ടി പ്രചരണത്തിന് വിഷുവിന്റെ അന്നാണെന്നാണ് എന്റെ ഓർമ്മ. അന്ന് പ്രചരണമില്ല, വിഷുവായതുകൊണ്ട്. അന്ന് വേദിയിൽ വന്ന് അദ്ദേഹം സംസാരിച്ച് വിഷ് ചെയ്ത് തിരിച്ച് അദ്ദേഹത്തിന്റെ കാറിലേക്ക് പോകാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി തുടങ്ങുമ്പോ എന്നെ പ്രസംഗിക്കാനായിട്ട് വിളിച്ചു. ഞാൻ നടന്നു ചെല്ലുമ്പോൾ ഇദ്ദേഹം തിരിച്ചു വന്ന് ഒരു ആലിംഗനം എന്ന് പറയുന്നതിന്റെ ശക്തി എന്താണെന്ന് ഞാൻ അന്നാണ് അറിഞ്ഞത്. അന്ന് ആ ആലിംഗനം ചെയ്തുകൊണ്ട് എന്റെ കാതിലേക്ക് ഓതി, മാറോ മാറോ ജീത് കെ ആവോ, ജയിച്ച് മാത്രം വരും എന്ന് പറഞ്ഞ ഒരു എനർജി. ഒന്നും നേരത്തെ പഠിച്ചു വെച്ചോ അല്ലെങ്കിൽ നിശ്ചയിച്ചു വെച്ചോ ഇപ്പോൾ ഈ വർത്തമാനം പോലും ഞാൻ വിചാരിച്ച വർത്തമാനമേ അല്ല വന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ രാഷ്ട്രീയ വഴിയിലുള്ള അനുഭവങ്ങളുടെ ഒരു ചർച്ച ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ, ആ ചർച്ചയ്ക്ക് വേണ്ടുന്ന മെറ്റീരിയൽ മാത്രമാണ് ഞാൻ ഇടുന്നത്. ഞാനിങ്ങനെയാണ് വന്നത്. ഇത് മാതൃകയാക്കണമെന്നൊന്നും പറയാനുള്ള അത്രയും വലിയ പാണ്ഡിത്യമൊന്നും എനിക്കില്ല. പക്ഷെ എന്റെ അനുഭവങ്ങൾ അത് എന്റെ നേതാക്കന്മാർ നിശ്ചയിച്ച ഒരു ഗേഹത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ സാധിച്ചുവെങ്കിൽ അത് അവലംബിക്കപ്പെടാൻ സാധ്യതയുള്ളതാണ് എന്ന അന്വേഷണം നിങ്ങൾക്ക് വേണം. അന്ന് അമിത്ഷാജി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ മൈക്കിൽ വന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എന്തോ ഒരു ട്രാൻസിലാണ് ഞാൻ ആ പ്രസംഗം മുഴുവൻ നടത്തിയത്. അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത്, എനിക്ക് തൃശ്ശൂർ ഇഷ്ടപ്പെട്ടു, എനിക്ക് നിങ്ങൾ ഈ തൃശ്ശൂർ തരണം, ഈ തൃശ്ശൂർ എനിക്ക് വേണം, ഞാൻ ഈ തൃശ്ശൂരിനെ എടുക്കുക. ഒരു ട്രാൻസിലാണ്
എന്ന് പറയുന്നത് ഭയങ്കര അമിതമായ ആഗ്രഹത്തോടെയാണ് അത് പറഞ്ഞത്. ആ വഴി വടക്കുന്നാഥൻ കേട്ടു, അത് എത്തിക്കേണ്ടിടത്തെല്ലാം എത്തിച്ചു. 2023 ഇതുപോലൊരു ട്രാൻസിലാണ് ഞാൻ പോയി മൈക്കിൽ നിന്ന് സംസാരിക്കുന്നത്. അന്ന് ഇവിടെ പുകഞ്ഞ് പ്രജകൾ മുഴുവൻ ആശുപത്രികളിൽ ചെന്നമരുകയാണ് അല്ലേ? ഇവിടുത്തെ കുപ്പത്തൊട്ടി കത്തി പുക വമിച്ച് ബ്രഹ്മപുരം. കേരള സർക്കാർ നിങ്ങൾക്ക് പ്രാപ്തിയില്ലെങ്കിൽ ഇവിടെ വരും, അതിന് പ്രാപ്തിയുള്ള മനുഷ്യൻ ഇവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തോട് പറയും ദിവസങ്ങൾ കൊണ്ട് ഈ പ്രശ്നം തീർത്തു വരുമെന്ന് പറഞ്ഞെടുത്ത് കേരള സർക്കാരിന് അത് ഒരാഴ്ചക്കാലം കൊണ്ട് അത് ചെയ്യാനുള്ള ആർജവം അന്ന് ലഭിച്ചു. ആ ആർജവത്തിന്റെ പിന്നിൽ ഭയം മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ നികൃഷ്ട ഭരണ രാഷ്ട്രീയ പ്രവർത്തകരെ ഭയപ്പെടുത്താനും നമുക്ക് സാധിക്കും. അവരുടെ മുന്നിലെ ഭീഷണിയായിരിക്കണം നമ്മൾ. ജനങ്ങൾക്ക് ഭീഷണി മുഴക്കാനുള്ള പ്രാപ്തി നഷ്ടപ്പെട്ടെടുത്ത് നമുക്ക് ജനങ്ങളുടെ ഭീഷണി മുഴക്കുന്ന ഒരു സംഘമായി മാറാൻ സാധിച്ചതിന്റെ ഫലമാണ് നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ നമുക്ക് ഒരു കുതിപ്പ് നേടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അതിനുള്ള മണ്ണുറപ്പ് നമ്മുടെ കാൽച്ചുവടുകളിൽ വന്ന് പതിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അത് തന്നെയാണ്. അതിന്റെ ടെമ്പോ ഒട്ടും ലൂസ് ചെയ്യാതെ അങ്ങനെ തന്നെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പറ്റാത്തതൊന്നും ഏൽക്കരുത്, പറ്റുന്നതേ ഏൽക്കാവൂ. ഞാൻ അതേ ചെയ്തിട്ടുള്ളൂ ഇന്നുവരെ. കൃത്യമായി പറയും, ഇതെന്നെ കൊണ്ട് പറ്റാത്തതാണ്, ഇത് ചെയ്യാൻ സാധിക്കില്ല. പറഞ്ഞ് ഇളിച്ച് കാണിച്ച് മേടിച്ച് വെച്ച് വഞ്ചിച്ച് വിടാൻ ഞാൻ തയ്യാറല്ല. അത് ഇനിയും ചെയ്യില്ല. ഈ പണി അവസാനത്തിലേക്ക് വെക്കാനും ചെയ്യില്ല. അതങ്ങനെ തന്നെയാണ്. അവർക്കൊക്കെ വശമുള്ളത് ആ തട്ടിപ്പ് രാഷ്ട്രീയമാണ്. പറ്റില്ല. ഞാൻ അവസാനിപ്പിച്ച് വീട്ടിൽ പൊയ്ക്കണം, എങ്ങും പോവില്ല. കാരണം ഈ രാഷ്ട്രീയ പ്രാപ്തി, ഈ രാഷ്ട്രീയത്തിന്റെ ഭരണപ്രാപ്തി എന്റെ നേതാക്കളിലൂടെ അതിന്റെ പാരമ്യതയിൽ ഞാൻ കണ്ടു, അനുഭവിച്ചു. ആ അനുഭവവുമായിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ എന്തിന് വേറെ എങ്ങോട്ടെങ്കിലും പോകണം? നടക്കുന്ന കാര്യമേ അല്ല. ഇനി വരാൻ പോകുന്നത്, ഇവർക്ക് ശേഷം ആരെന്ന് പറഞ്ഞ് ആനന്ദിക്കുന്ന ഒരു വർഗമുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ അന്താളിച്ചോളൂ. ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു വലിയ സംഘം ഇവരുടെ പിന്നിലുണ്ട്, മുന്നിലേക്ക് വരുന്ന ആശങ്ക. അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന പണിയിലും കൂടിയാണ് ഞങ്ങളുടെ നേതാക്കൾ ഇപ്പോഴും അമർന്നിരിക്കുന്നത്. അതും അവരുടെ ഫ്ലോർ പ്ലാനിലുണ്ട്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ഇനി ഇത് ഒരു പിശാചുകൾക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന വലിയ മുദ്രാവാക്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭാരതത്തിലുണ്ട്. കേരളത്തിലും ഒരു വലിയ, ഞാൻ പറഞ്ഞു, മൈൻഡ് സെറ്റ് ചേഞ്ച് ഉണ്ട്. അത് വലിയ ഒരു നിശ്ചയമാറ്റത്തിലേക്ക് നിങ്ങളെ പ്രാപ്തരാകും. ശീഘ്രം കൊണ്ടുവന്നാൽ ഉറപ്പായിട്ടും അത് കേരളത്തിന്റെയും കൂടി നന്മയിലേക്ക് വന്ന് ചേരുന്ന ഭാരത ഭരണത്തിന്റെ ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ വരണം. ഡബിൾ എഞ്ചിൻ സർക്കാർ അല്ല. പഞ്ചായത്തുകൾ മോദി ഭരണത്തിന്റെ ഒരു വലയത്തിനുള്ളിൽ വന്നാൽ എന്തും സാധ്യമാകും എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഞാൻ ആ പ്രഖ്യാപനം ഇവിടെ നടത്തുന്നു. എന്തും സാധ്യമാകും. എല്ലാവരും ഇപ്പൊ ലഭിച്ച ആവേശം 2030 നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരെയും ഇതേ ആർജവത്തോടെ, ഇതേ ചൂടോടെ, വീറോടെ കാത്തു സൂക്ഷിച്ച് ഭരണ നിർവഹണ പ്രവർത്തനങ്ങളിൽ ശക്തമായി ഇടപെട്ടുകൊണ്ട് തന്നെ സാധ്യമാകുന്നതെല്ലാം സാധിച്ചു കൊടുത്തുകൊണ്ട് ആരെയും പറഞ്ഞ് പറ്റിക്കാതെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് വാഗ്ദാനം കൊടുത്ത് അത് നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടി
എല്ലാവർക്കും സാധിക്കാൻ അതിനുള്ള നൽകണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ജയിച്ചു വന്നവരെയും ജയിക്കാൻ സാധിക്കാതെ പോയവരുടെ നേരെയും ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അതേ പ്രവർത്തനം അവർക്ക് നേരെയും ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഒരു 38 പേരിൽ കുറയാതെ ജയിച്ചു വരാനുള്ള അന്തരീക്ഷം തൃപ്പൂണിത്തുറയിലുണ്ടായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞത് 36-38 ആണ്. ഇപ്പോഴും ഞാൻ പറയുന്നത് വാർഡ് അടിസ്ഥാനത്തിൽ ഞാൻ വേണമെങ്കിൽ അതിന്റെ കണക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എനിക്ക് ഉണ്ണികൃഷ്ണൻ മാഷ് നൽകിയിരിക്കുന്ന ഡേറ്റ വെച്ച് എനിക്കത് പറഞ്ഞു തരാൻ സാധിക്കും. അത് കവറപ്പ് ചെയ്യാനുള്ള ഒരു തന്ത്രമാണ്, ഒരു സ്ട്രാറ്റജി. അത് ഷൈജുവിന്റെ കൂടെ നിൽക്കുന്ന 2 ജില്ലാ പ്രസിഡന്റുമാരുണ്ട്. ഫോക്കസ് ചെയ്യും. ഇപ്പോ ഞാൻ എന്താണ് അമിത്ഷാജി പറഞ്ഞു പോയത്? 20 സീറ്റ് നിശ്ചയം കുറിച്ചുകൊണ്ട് ഞാൻ പറയും 21 സീറ്റ്. അതിന്റെ കണക്കെന്താണെന്ന് ഞാൻ പത്രക്കാർക്ക് പിന്നീട് ഇലക്ഷൻ കഴിഞ്ഞ് പറഞ്ഞു തരാം. 21 സീറ്റ് ഞങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഇതെങ്ങോട്ടാണ് ഈ ആകാശവും പോകുന്നതെന്ന് വ്യക്തമായി വരച്ചു കുറിച്ച് പറഞ്ഞു തരാം. 40-45 സീറ്റിൽ നമ്മുടെ പിടികൊടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ അടുത്ത 2030 വാർഡുകളുടെ ശാക്തീകരണത്തിന്റെ ഭാഗമായി ഒരു 40 വാർഡ് മാർക്ക് ചെയ്തു. അത് ഉണ്ണികൃഷ്ണൻ മാഷ് ഇവിടെ നിന്ന് നിങ്ങളുടെ കൂടെ നിന്ന് ആ 40 വാർഡുകളിൽ നിങ്ങൾ അപ്പോ ജയിച്ചു വന്നവർ, ജയിക്കാൻ സാധിക്കാതെ പോയവർക്ക് കൂടി എന്തെങ്കിലും തരത്തിലുള്ള സഹായം. നമുക്ക് ഇപ്പോ ഇവിടെ 2 നോമിനേറ്റഡ് എംപിമാരുണ്ട് രാജ്യസഭയിൽ. സദാനന്ദൻ മാസ്റ്ററും ശ്രീമതി PT ഉഷ. അതുപോലെ തന്നെ ഇളയരാജ സാറൊക്കെ ഒന്ന് വഴങ്ങാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. സുധാമൂർത്തി അമ്മയോട് സംസാരിക്കും. ഈ ജയിക്കാൻ കഴിയാതെ പോയ അംഗങ്ങളുടെ വാർഡുകളിൽ അവർ തോറ്റെന്ന് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നു. തോൽപ്പിക്കപ്പെട്ട വാർഡുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അറേഞ്ച്മെന്റ് ഇത് ഞാൻ തൃശ്ശൂരും പറഞ്ഞിട്ടുണ്ട്, തിരുവനന്തപുരത്തും പറഞ്ഞു. അപ്പൊ ഈ 40-45 മണ്ഡലങ്ങളിൽ വാർഡുകൾ നിങ്ങളുടെ ശാക്തീകരണ പ്രവർത്തനവും കൂടി ജയിച്ചു വന്ന ഈ നഗരസഭയുടെ ഉത്തരവാദിത്വമാണെന്ന് എപ്പോഴും ഹൃദയത്തിലിരിക്കണം, ബുദ്ധിയിൽ വേണ്ട. രണ്ടിനും വ്യത്യാസമാണ്. അതും കൂടി പ്രാർത്ഥിച്ചു. കേന്ദ്ര പദ്ധതികൾ നമുക്ക് കമ്പ്യൂട്ടർ തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഏതൊക്കെ സ്കീമുകളാണ്. അതിലെ ഏതൊക്കെ സ്കീമിലാണ് നമുക്ക് സംസ്ഥാന സർക്കാരിന്റെ സഹായം ഇല്ലാതെ തന്നെ. ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് പറയുകയാണെങ്കിൽ ഈ അമൃത് സരോവർ പദ്ധതി നമ്മളതിലെ അടിസ്ഥാന വർഗത്തിന്റെ ജീവിതത്തിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട്, അതായത് ഒരു മതിൽക്കെട്ടുമില്ലാതെ വികസനം അവർക്ക് വേണ്ടി നടപ്പിലാക്കുന്നു. അതിന്റെ ഗുണഭോഗം അവരുടെ അടുക്കളയിൽ എത്തുന്നു, അവരുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ ബാഗിലും അവരുടെ പഠന പ്രക്രിയകളിലേക്കും നേരിട്ടെത്തുന്നു. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ മൻരേഗയിൽ ഏർപ്പെട്ടിരിക്കുന്ന കുടുംബസ്ഥ ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട്. എങ്ങനെ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് ഇമ്മീഡിയറ്റ് ഡയറക്ട് ട്രാൻസാക്ഷൻ അവര് ബെനിഫിഷ്യറീസ് ആവുന്ന പദ്ധതികൾ ഒരുപാടുണ്ട്. അതിലൊന്ന് ഈ അമൃത് സരോവർ പദ്ധതിയാണ്. ഇവിടെ എത്ര ജലാശയങ്ങളാണ്. അവിടെ എങ്ങനെയാണ് കമ്മ്യൂണിറ്റി ഫിഷിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ജലാശയത്തിൽ തന്നെ ചില വല മതിൽ തീർത്ത് അതിനകത്ത് മത്സ്യകൃഷി നടത്തി അവർക്ക് ഗുണമുട്ടില്ല. 6 മാസം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാർവെസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിയന്ത്രിക്കുന്നതിന് നമുക്ക് ജയിക്കാൻ സാധ്യതയില്ലാതെ പോയ അല്ലെങ്കിൽ തോൽപ്പിക്കപ്പെട്ട കൗൺസിലേഴ്സിന് ഇതിനു വേണ്ടിയെല്ലാം കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അവരെല്ലാം ഇനി 5 വർഷം വോട്ട് ചോദിച്ച് നടക്കാൻ ഒക്കത്തില്ലല്ലോ. അല്ല, വോട്ട്
ചോദിക്കാതെ 5 വർഷം കഴിഞ്ഞ് വോട്ട് യാചിക്കാതെ അവരുടെ പെട്ടിയിലേക്ക് വോട്ട് വന്ന് വീഴുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കും. ഇതൊക്കെ ഞാൻ സത്യത്തിൽ നിങ്ങളെ ഇരുത്തി പറയേണ്ടതല്ല, പക്ഷെ ഞാൻ 2 സഭയാണ് ആവശ്യപ്പെട്ടത്. ഒന്ന്, ഇവിടെ കണ്ടസ്റ്റ് ചെയ്ത് അത്രയും സ്ഥാനാർത്ഥികൾ ജയിക്കാൻ പറ്റാതെ പോയി. പിന്നെ പാർട്ടിയുടെ നേതാക്കൾ ഇത്രയും ദൈവമായിട്ട് ഒരു പ്രത്യേക സഭയും കൂടി ഞാൻ ആവശ്യപ്പെട്ടു. അവിടെ പറയേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞത്. എന്തായാലും നമുക്ക് വിപുലമായിട്ട് നമ്മൾ വേണ്ട സമയം കൂടി ഇരിക്കാം. തൽക്കാലം ഇത്രയൊക്കെ തന്നെ ഞാൻ ഉദ്ദേശിച്ചുകൊണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും കുറച്ച് വഴി മാറി ഒന്ന് സഞ്ചരിക്കേണ്ടി വന്നു ഇടയ്ക്ക്. അത് പക്ഷെ നിങ്ങൾക്ക് ചിന്തനീയമായ ഗുണകരമായ ഒരുപാട് കാര്യങ്ങളും അതിനകത്തുണ്ടായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. തൃപ്പൂണിത്തറക്കാർക്ക് നന്മ വിരിഞ്ഞുകൊണ്ടേ